ഹായ് എവരിവൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴമയുടെ രുചിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ഏത്തപ്പഴം അത്യാവശ്യം വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഏത്തപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം ഒട്ടും തന്നെ ഉടഞ്ഞു പോകാതെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീതിയിൽ കട്ട് ചെയ്യാനും മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് വെന്തുടഞ്ഞു പോവും. ഇത് നമുക്കൊന്ന് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് 2 ഏത്തപ്പഴം മാത്രം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ഏത്തപ്പഴം വേണമെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ സമയം തന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി തയ്യാറാക്കിയെടുക്കാം. 200 ഗ്രാമോളം ശർക്കര ഞാനിവിടെ 1.5 ഗ്ലാസോളം വെള്ളത്തിൽ പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഏത്തപ്പഴവും ഇപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഏത്തപ്പഴം ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഏത്തപ്പഴത്തിലേക്ക് ആ ഒരു ശർക്കരയുടെ ഫ്ലേവറൊക്കെ അബ്സോർബ് ചെയ്ത് ഏത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3-4 ഏലക്ക കൂടി പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പോളം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ മൊത്തത്തിൽ ഞാൻ ചേർത്തിട്ടില്ല, ഒരല്പം തേങ്ങാപ്പാൽ ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം മീഡിയം ടു ലോ ആയി തന്നെ കീപ്പ് ചെയ്യണം. നന്നായിട്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തേങ്ങാപ്പാൽ തിളച്ച് പോകാൻ പാടില്ല. ചൂട് കൂടുതലായി കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ അരിപ്പൊടി തേങ്ങാപ്പാലിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തേങ്ങാപ്പാൽ മിശ്രിതത്തിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഒട്ടും തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, കാരണം അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കുറുകി വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. കൂടെ തന്നെ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. മുമ്പൊക്കെ നോമ്പ് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് ഇതുണ്ടാക്കുമായിരുന്നു. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഉപയോഗിച്ച് തയ്യാറാക്കിയാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ നെയ്യിൽ വറുത്തിട്ടുള്ള കാഷ്യൂനട്ടോ കിസ്മിസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഏത്തപ്പഴമൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്തും വന്നിട്ടുണ്ട്, ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടുമില്ല. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വെറും 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് നല്ലൊരു ഡെസേർട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.